കുറുക്കന്മാരെ കുറിച്ച് പറഞ്ഞത് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ മൊബൈൽ എടുത്ത് ഉത്തമഗീതത്തിന്റെ പുസ്തകം നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാം വാക്യം. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക, നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയും. എത്രയോ അർത്ഥവത്തായ വാക്കുകളാണ് അത്. അതുകൊണ്ട് അഭിനന്ദ പിതാവിനോടും ബഹുമാനപ്പെട്ട റോയി അച്ഛനോടും ചേർന്നുകൊണ്ട് എനിക്കും പറയാനായിട്ടുള്ളത് ഇത്ര മാത്രമാണ്. പൂത്തുലയുന്ന നമ്മുടെ മുന്തിരിത്തോപ്പുകൾ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ പിടിച്ചെടുക്കാനുള്ള ഒരു ദൗത്യം ഇന്ന് നമുക്കുണ്ട്. നമ്മുടെ മുന്തിരിത്തോട്ടങ്ങളെ ഫലശൂന്യമാണെന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ ചെറുകുറുക്കന്മാരെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ജനത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ നമുക്ക് കടമയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആവേശത്തോടെ ഇത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരവും റോയിച്ചൻ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പലതും അച്ഛന്റെ പ്രസംഗത്തിലുണ്ട്. ക്രിസ്തുവിന്റെ വാക്കുകൾ ആ കുറുക്കനോട് പറയുക. പലപ്പോഴും നമ്മൾ സഹനത്തിന്റെയും നിശബ്ദതയുടെയും ഏറ്റെടുക്കലിന്റെയും പിൻവാങ്ങലിന്റെയും ആത്മീയതയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തീർച്ചയായും ക്രിസ്തീയമായ ആത്മീയത അത് തന്നെയാണ്. പക്ഷേ മിശിഹ കാണിച്ചു തന്ന ചില വഴികൾ കൂടി നമ്മുടെ മുൻപിലുണ്ട്. ക്രിസ്ത്യാനി എന്ന നിലയിൽ അവന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ അത്തരം ചില മാർഗങ്ങൾ കൂടി, അത്തരം ചില മാതൃകകൾ കൂടി ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട സമയമാണിത് എന്ന് ഈ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കുറുക്കനോട് പോയി പറയുക. പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രധാനാചാര്യൻ ചോദിച്ച ചോദ്യത്തിന് ഈശോ മറുപടി പറയും. സേവകൻ കൈനീട്ടി ഈശോയുടെ മുഖത്തടിക്കും. ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അത് തെളിയിക്കുക. സത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത്? ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത്? രണ്ടാമത്തെ ഒരു സന്ദർഭമാണ് ഈശോയുടെ ജീവിതത്തിൽ. മൂന്നാമത് വീണ്ടും നമ്മൾ കാണുന്നത് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോ. ദേവാലയ ശുദ്ധീകരണത്തിന്റെ സമയത്ത് അവിടുന്ന് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ദേവാലയത്തിൽ നാണയം മാറ്റിക്കൊണ്ടിരുന്നവരെയും പ്രാർത്ഥിക്കാനിരുന്നവരെയും പുറത്താക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും സ്ഥിരസഭയ്ക്ക് അകത്തേക്ക് തന്നെ ഒരു വിമർശന ശരമായിട്ട് ഇന്നത്തെ സമൂഹം എഴുതുകൊണ്ടിരിക്കുകയാണ്. മോട്ടീവ്സ് ഉള്ള, താല്പര്യങ്ങളുള്ള, ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ ഈ അടയാളത്തെ തിരുസഭയ്ക്കെതിരായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നമ്മളിൽ ഏറ്റെടുക്കേണ്ട ദൗത്യം ഇതാണ്. തിരുസഭയാകുന്ന, ദേവാലയമാകുന്ന എന്റെ സഭയ്ക്കുള്ളിലേക്ക് ഈ വെച്ചുവിൽപ്പന നടത്താൻ വേണ്ടി കയറി വന്നിരിക്കുന്നവരെ ചാട്ടവാറെടുത്ത് അടിച്ചു പുറത്താക്കേണ്ട ഒരു ഉത്തരവാദിത്വം. ഇതിന്റെ ഉള്ളിൽ കച്ചവടത്തിന്റെ അവസരങ്ങൾ, ഇതിന്റെ ഉള്ളിൽ വെച്ചുവിൽപ്പനയുടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും, നിമിഷങ്ങൾ തോറും. അച്ഛൻ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഞാൻ ഉച്ചത്തിൽ ഇവിടെ ഇരുന്ന് കൈയടിച്ചു, എത്രയാണ് ഇവർക്ക് കിട്ടുന്ന ഈ കാശ്, ഈ പണത്തിന്റെ കിലുക്കം? സാമ്പത്തികമാണ്, പണമാണ്. ഈശോ അവരെ പുറത്താക്കി എന്നത്, ഈശോ അടിച്ചു എന്നൊന്നും സുവിശേഷം പറയുന്നില്ല, പക്ഷെ ഈശോ അവരെ പുറത്താക്കി എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വചന സന്ദർഭമാണ്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തോട് പീറ്റർ സി വാർഡ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ സംസാരിച്ചതിന്റെ അത് പുസ്തകങ്ങളായി ഇറങ്ങിയിട്ടുണ്ട്. ലോകത്തിന്റെ പ്രകാശം, ഭൂമിയുടെ ഉപ്പ് എന്ന്.
ഭൂമിയുടെ ഉപ്പിൽ പരിശുദ്ധ പിതാവിനെ വളരെ വിമർശനാത്മകമായ ചോദ്യങ്ങളോടെയാണ് ഈ പത്രപ്രവർത്തകൻ, വിശ്വാസികളല്ലാത്ത ആ മനുഷ്യൻ നേരിടുന്നത്. സഭയിലെ വലിയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എടുത്തു കാണിച്ചുകൊണ്ട് ഈ പത്രപ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യങ്ങളോട് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന മറുപടിയില് ഒരു പ്രധാനപ്പെട്ട ഭാഗം, അത് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞതായതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഊമയായ പട്ടിയെ പോലെ മിണ്ടാതിരിക്കുന്നവർക്കെതിരെ ശക്തമായി ശബ്ദിക്കുന്ന ദൈവവചനം ഞാൻ ഓർത്തു. ഊമയായ പട്ടിയെ പോലെ മിണ്ടാതിരിക്കുന്നവർക്കെതിരെ ശക്തമായി ശബ്ദിക്കുന്ന ദൈവവചനം ഞാൻ ഓർത്തു. സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്രോബ്ലത്തിലേക്ക് ചെന്ന് ചാടണ്ട എന്ന് കരുതിക്കൊണ്ടൊക്കെ വിഷം പരക്കാൻ സമ്മതിക്കുന്നവർക്കെതിരെയാണ് തിരുവചനം വാളോങ്ങിയിരിക്കുന്നതത്രേ. വിഷം പരക്കാൻ വേണ്ടി മൗനസമ്മതം കൊടുക്കുന്നവർക്കെതിരെയാണ് വചനം വാളോങ്ങിയിരിക്കുന്നത്. പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: കാര്യങ്ങൾ ഒഴുക്കിനൊത്ത് നീങ്ങട്ടെ എന്ന് കരുതുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ ഭരണരീതിയാണ്. ഒരുപക്ഷെ നമ്മളിൽ ഇവിടെ കൂടിയിരിക്കുന്നവര് വൈദികരും സമർപ്പിതരും അൽമായരും KKCC-യുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെയാണ്. പ്രതികരണത്തിന്റെ ഒരു ആത്മീയതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രതികരണത്തിന്റെ ആത്മീയതയ്ക്ക് അടിസ്ഥാനമിടുന്ന വചന സന്ദർഭങ്ങളും വർത്തമാനകാല ജീവിത സാക്ഷ്യവുമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. എന്തായിരിക്കണം ഈ പ്രതികരണത്തിന്റെ ആത്മീയത? നമ്മൾ പ്രതികരിക്കാനും സംസാരിക്കാനും ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. പ്രതികരണം ഒരുപക്ഷെ പല രീതിയിൽ, നിശബ്ദമായ പ്രാർത്ഥന പ്രതികരണത്തിന്റെ ഒരു രീതിയാണ്. കഴിഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുൻപ് വരെയൊക്കെ അത് മാത്രം മതിയായിരുന്നു. തീർച്ചയായും സഭയെ ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതുപോലെ സമ്പന്നമാക്കിയ ആത്മീയ ഊർജത്തിന്റെ ഉറവിടം ഈ നിശബ്ദമായ പ്രാർത്ഥനയാണ്, സത്യം. എന്നാൽ ഇനിയും നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. വിശുദ്ധിയുടെ മാതൃകകൾ പ്രതികരണത്തിന്റെ ഒരു ശൈലിയാണ്. ഇനിയും നമ്മൾ ആവിഷ്കരിക്കേണ്ട പ്രതികരണത്തിന്റെ ഒരു ശൈലി, അത് സത്യത്തിന്റെ ഏറ്റുപറച്ചിലുകളാണ്. നാം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ശ്രമിക്കണം. ദർശനം ഓൺലൈൻ ഇവിടെ ആരംഭിച്ചതിന്റെ പിന്നാമ്പുറം അതാണ്. നമ്മളുടെ വർത്തമാന പത്രങ്ങൾ, ദീപിക ഇന്ന് വളരെ ശക്തിയോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന പ്രവാചക ദൗത്യം അതാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലവ് ജിഹാദിനെ കുറിച്ച് ഒരു മനുഷ്യനും മിണ്ടാതിരിക്കുമ്പോൾ ദീപിക ശക്തമായിട്ട് ശബ്ദിക്കുന്നു. സന്യസ്തരെ കുറിച്ച് മോശമായത് മാത്രം മാധ്യമങ്ങളിലൂടെ വന്നപ്പോൾ ദീപിക സംസാരിക്കാനായിട്ട് ആരംഭിച്ചത് നമ്മൾ ഓർക്കണം. നമ്മളുടെ എല്ലാ മാധ്യമങ്ങളും വ്യക്തികൾ, പ്രിയമുള്ളവരെ, സഭയൊന്നാകെ ഈ സംസാരത്തിന്റെ ചൈതന്യത്തെ പിന്തുടരാൻ തുടങ്ങിയാൽ ഈ കുറുക്കന്മാർക്ക് ഓടി ഒളിക്കാതിരിക്കാനാവില്ല എന്നതാണ് സത്യം. നമ്മളെല്ലാവരും സംസാരിക്കാൻ ആരംഭിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ ചാനൽ ചർച്ചകളിലെ എഴുപ്പലക്കളികളുടെ സമയങ്ങളെ ഓഫാക്കി വെച്ച് കുടുംബത്തിന്റെ ഉള്ളിൽ എന്റെ സഭ, നമ്മുടെ സഭയെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ആരംഭിച്ചാൽ അതൊരു വലിയ നാട്ടത്തിന്റെ തുടക്കമാണ്. എത്രയോ ഹോസ്റ്റലുകളാണ്, ആയിരക്കണക്കിന് കുട്ടികൾ, എത്രയോ കുട്ടികളാണ് നമ്മളുടെ സ്ഥാപനങ്ങളിൽ, ചങ്ങനാശ്ശേരി ടൗണിനോട് അടുത്ത് മാത്രം നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ എത്രയോ വേദികൾ. സഭയെ കുറിച്ചുള്ള സംസാരം നമ്മൾ ഒരു യുദ്ധത്തിൽ എന്നതുപോലെ നടത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളുടെ ഈ ചാനലുകളെക്കാളൊക്കെ പവർഫുൾ ആയ മീഡിയ കേരളത്തിലുള്ളത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയുടെ ആ മീഡിയയെ തൊടാൻ ഏത് മാധ്യമ ചക്രവർത്തി വിചാരിച്ചാലും സാധിക്കില്ല. ഏതാണെന്നറിയോ ആ മീഡിയ? അത് നമ്മളുടെ പള്ളി പ്രസംഗങ്ങളുടെ വചന വ്യാഖ്യാനങ്ങളുടെ വേദികളാണ്. അതിന്
അതിനോളം കിടപിടിക്കാൻ ഒരു മാധ്യമങ്ങൾക്ക് സാധിക്കില്ല. ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, സത്യം പറയാൻ, എന്താണ് സംഭവിക്കുന്നതെന്ന് നിരന്തരമായി അവരെ ബോധ്യപ്പെടുത്താൻ, ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് നിഷേധിക്കപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളുടെ ആഴവും പരപ്പും, ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ മാത്രം തെരഞ്ഞുപിടിച്ച് പ്രത്യക്ഷത്തിൽ കാണിക്കാതെ നമ്മളെ ഒരു വശത്തേക്കാക്കാൻ, അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയും വിധം നടന്നുകൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങളെ കുറിച്ചൊക്കെ ലളിതമായ ഭാഷയിൽ ശാന്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഈ മീഡിയ. അതുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ ആരംഭിക്കേണ്ട പല തലങ്ങളുണ്ട്. തെരുവുകളിൽ, നടന്നു പോകുന്ന വഴികളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം എന്റെ സഭയെ കുറിച്ച് ബോധ്യത്തോടുകൂടി സംസാരിക്കാൻ ഞാൻ ആരംഭിച്ചാൽ അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. ഇത് ഒത്തുതീർപ്പുകളില്ലാത്ത ഒരു ജീവിത ശൈലിയായി ഈ സഭ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഒത്തുതീർപ്പുകളില്ലാത്ത, കീഴടങ്ങലില്ലാത്ത, പിൻവാങ്ങലില്ലാത്ത, മൗന നിസ്സംഗമാകാത്ത ഒരു ജീവിത ശൈലി. അതിന്റെ മുൻപിൽ നിൽക്കുന്നത് കുരിശാണ്, ഉറപ്പാണ്. അതിന്റെ മുൻപിലുള്ളത് കുരിശാണ്. ഒത്തുതീർപ്പുകളില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ മുൻപിലുണ്ടാവുക കുരിശാണ്. കാരണം ഈശ്വരാണ് ആ വലിയ മാതൃക. ഒത്തുതീർപ്പുകളില്ലാതിരുന്ന ഒരു തലമുടി നാരിന് പോലും വലുപ്പത്തിൽ ഒത്തുതീർപ്പുകളില്ലാതിരുന്ന മനുഷ്യന് ലോകം കൊടുത്തത് കുരിശാണ്. ആ കുരിശ് നമ്മുടെ മുൻപിലുണ്ട്. ആ കുരിശിന്റെ വഴിയിൽ പക്ഷേ മിശിഹ തെളിച്ച വെളിച്ചം വീണ് കിടപ്പുണ്ട്. ലോകാന്തത്തോളം, യുഗാന്തത്തോളം വീണ് കിടക്കുന്ന ആ വെളിച്ചം നമുക്കതിലെ സഞ്ചരിക്കാൻ പരിശ്രമിക്കാം. രക്തം സാക്ഷി എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട്. വീരാൻകുട്ടി എന്ന് പറയുന്ന കവിത കേരളത്തിൽ. രക്തം സാക്ഷി. ചോര വീണ് നനഞ്ഞ നിലങ്ങളിൽ, വേരു താഴ്ത്തി മുതിരും മരങ്ങളിൽ, ചോർന്ന പൂവുകൾ കൊണ്ടൊരു വാചകം, നാളെ ഇങ്ങനെ വായിച്ചിടാം ഒരാൾ. 100 വെട്ടിനാൽ തീർക്കുവാനാവില്ല നേര് കാക്കുവാൻ പിറന്ന പോരാളിയെ. വീണതല്ലിവൻ വീണ്ടും ഉയർക്കുവാൻ വിത്തുപോലെ മറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന വാക്കുകളാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ, കുരിശിന്റെ പാത അനിവാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, പീഡനത്തിന്റെയും സഹനത്തിന്റെയും ജീവിത പർവ്വങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വാക്കുകൾ ഓർക്കാം. 100 വെട്ടിനാൽ തീർക്കുവാനാവില്ല നേര് കാക്കുവാൻ പിറന്ന പോരാളിയെ. വീണതല്ലിവൻ വീണ്ടും ഉയർക്കുവാൻ വിത്തുപോലെ മറഞ്ഞിരിക്കുന്നവൻ. മിശിഹായെ ഓർത്തത്. വീണതല്ലിവൻ വീണ്ടും ഉയർക്കുവാൻ വിത്തുപോലെ മറഞ്ഞിരിക്കുന്നു.